അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന ഒരു മുഖ്യമായ വിഷയം നമ്മുടെ ജീവിതം. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം ഓരോ നാളുകൾ എത്രയോ തെറ്റുകൾ ചെയ്തുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നത്. മരിക്കുന്ന സമയത്ത് പാവങ്ങളിൽ നിന്ന് പൂർണ്ണമായി നമുക്ക് നസൂഹായ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള തൗഫീക്ക് അള്ളാഹു തആല തന്ന് അനുഗ്രഹിക്കുമാരാകട്ടെ. ബഹുമാനികളുടെ ദിവസേന ഇസ്തിഗ്ഫാർ പതിവാക്കുന്നവരാകണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഒരു പാവം പോലും ചെയ്യാത്ത മുത്തായ തങ്ങൾ അവിടെ ദിവസേന ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്നു, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, ഒരാൾ ഇസ്തിഗ്ഫാർ ലാസിമാക്കിയാൽ, ഒരാൾ ഇസ്തിഗ്ഫാർ ദിവസവും ചൊല്ലിയാൽ, ഒരു ദിവസവും ഇസ്തിഗ്ഫാർ ചൊല്ലാത്തൊരു ദിവസം നമുക്കുണ്ടാവാൻ പാടില്ല. കാരണം ഇസ്തിഗ്ഫാർ എന്നുള്ളത് എല്ലാത്തിനും പരിഹാരമാണ്. അവിടെ നിന്ന് പറയുന്നു, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളൈഖിൻ മഖ്റജ വമിൻ കുല്ലി ഹമ്മിൻ ഫറജ വറസഖഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്. ഒരാളുടെ എല്ലാ പ്രയാസങ്ങളും, എല്ലാ മശക്കത്ത്, എല്ലാ കുടുക്കിൽ നിന്ന് അദ്ദേഹത്തിന് തുറസ്, അദ്ദേഹത്തിന് ആ കുടുക്കിൽ നിന്ന്, ആ പ്രയാസത്തിൽ നിന്ന്, ആ ബുദ്ധിമുട്ടിൽ നിന്ന്, ആ ഒരു മനസ്സിൻ്റെ ദുഃഖത്തിൽ നിന്ന് അദ്ദേഹത്തിന് അത് മോചനം ലഭിക്കും. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ടെൻഷന് നീങ്ങിക്കിട്ടും. അതേപോലെ തന്നെ അദ്ദേഹം വിചാരിക്കാത്ത റൂട്ടിലൂടെ അദ്ദേഹം വിചാരിക്കാത്ത വഴിയിലൂടെ, അവൻ ചിന്തിക്കാത്ത റൂട്ടിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സമ്പത്ത് കൊടുക്കും. റിസ്ക്, അവന് ആവശ്യമുള്ള സർവ്വതും അല്ലാഹു തആല കൊടുക്കും. അങ്ങനെ ഇസ്തിഗ്ഫാർ എല്ലാത്തിനും പരിഹാരമാണ്. മുമ്പ് മഹാന്മാരൊക്കെ അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ അരികിലേക്ക് പല ആവശ്യങ്ങളുമായ ആളുകൾ കടന്നു വരുമ്പോൾ അവർ പറഞ്ഞു കൊടുത്തിരുന്ന ഒരു പരിഹാര മാർഗമാണ് ഇസ്തിഗ്ഫാർ ലാസിമാക്കുക. എങ്കിൽ നിങ്ങൾക്കുള്ള ഉദ്ദേശം പൂർത്തിയായി കിട്ടും. മക്കളില്ലാത്തവർക്ക് മക്കൾ ലഭിക്കും, വീടില്ലാത്തവർക്ക് വീട് ലഭിക്കും. ആവശ്യമുള്ള കാര്യം എന്താണോ അത് നമുക്ക് സാധിച്ചു കിട്ടുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചതാണ്. അപ്പോൾ ഇസ്തിഗ്ഫാർ ദിവസവും പതിവാക്കുന്നവരാകണം. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇസ്തിഗ്ഫാർ നമ്മുടെ ഭാഷയിൽ തൗബ, അതായത് അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നിങ്ങനെ നമുക്ക് ദിവസവും ചൊല്ലാം. അല്ലാഹു തആല തൗഫീക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.